സൗന്ദര്യത്തിന് സ്വർണ്ണ തിളക്കം നൽകാൻ ഇനി ലക്ഷങ്ങൾ വേണ്ട. പാരമ്പര്യത്തിന്റെ തനിമയും കരവിരുതും ഒത്തുചേരുന്ന ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി ഇപ്പോൾ ചേലക്കരയിലും. സ്ത്രീ മനസ്സുകൾ കൊതിക്കുന്ന പാലക്കാമാലകൾ, നാഗപടം, കാശിമാല, മുല്ലമുട്ടുമാല എന്നിങ്ങനെ പൈതൃകത്തിന്റെ ധന്യതയാർന്ന അപൂർവ ഡിസൈനുകൾ. ആഘോഷങ്ങൾക്ക് മാത്രമല്ല, നിത്യോപയോഗത്തിന് മണിയാൻ പറ്റിയ ആഭരണങ്ങളും പുത്തൻ തരംഗമായ കരിമണി മാലകളും ഇവിടെയുണ്ട്. വിശ്വസ്തയുടെ അടയാളമായി ഓരോ ആഭരണത്തിനും 6 മാസത്തെ ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കുട്ടികൾക്കായി പ്രത്യേക ശേഖരവും ട്രെൻഡി നെക്ലേസുകളും പാദസരങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്വർണത്തോട് കിടപിടിക്കുന്ന ഈ ആഭരണങ്ങൾ മിതമായ നിരക്കിൽ സ്വന്തമാക്കാൻ ഇന്നു തന്നെ സന്ദർശിക്കൂ ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി, കനറ ബാങ്കിന് എതിർവശം, ചേലക്കര. വാണിയംകുളത്ത് തെരുവ് നായ പശുക്കിടാവിനെ കടിച്ചുകൊന്നു. മറ്റൊരു പശുവിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. എടക്കോട് പനയൂർ പള്ളിശ്ശേരി വീട്ടിൽ പ്രഭാകരന്റെ തൊഴുത്തിൽ കെട്ടിയിരുന്ന 3 മാസം പ്രായമുള്ള പശുക്കിടാവിനെയാണ് തെരുവുനായ കടിച്ചുകൊന്നത്. വാണിയംകുളത്ത് തെരുവുനായ പശുക്കിടാവിനെ കടിച്ചുകൊന്നു. മറ്റൊരു പശുവിനെ ഗുരുതരമായി കടിച്ചു പരിക്കേൽപ്പിക്കുകയും ചെയ്തു. കന്നുകാലി കച്ചവടക്കാരനായ എടക്കോട് പനയൂർ സ്വദേശി പള്ളിശ്ശേരി പ്രഭാകരന്റെ തൊഴുത്തിൽ കെട്ടിയിരുന്ന 3 മാസം പ്രായമായ പശുക്കുട്ടിയെയാണ് കടിച്ചുകൊന്നത്. രാത്രി പശുക്കളെ കെട്ടി പോകുമ്പോൾ ഒരു കുഴപ്പമില്ല. കാലത്ത് 7 മണിക്ക് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പശുവിൻ്റെ കുട്ടീനെ കടിച്ചു വന്നിരിക്കുന്നു. ഒന്നിനെ കടിച്ച് പകുതി കടിച്ച് ജീവൻ പകുതിയാക്കി ഇട്ടിട്ട് പോയിട്ടുണ്ട്. ഇത് ഞങ്ങൾ 10 രൂപ എണ്ണത്തിനുള്ളിൽ കിടക്കേണ്ടത്. ഈ 20 എണ്ണത്തിൻ്റെ ഇടയിൽ നിന്നാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങൾ കച്ചവടത്തിന് ആവശ്യത്തിനായി കൊണ്ടു നിർത്തുന്ന സാധനങ്ങളാണ്. തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് ഇന്നേക്ക് 4 ദിവസമായി സാധനങ്ങൾ. ആ പശുവിന് 5 ലിറ്റർ പാലുണ്ടായിരുന്ന കാലത്ത് ആ പശുവിൻ്റെ കുട്ടീനെയാണ് 45,000 രൂപ വില വരുന്ന പശു കുട്ടി കൂടിയാണ്. അതിൻ്റെ കുട്ടീനെയാണ് കടിച്ച് നാശാക്കി ഞങ്ങൾക്ക് ഇത്രയും നാശനഷ്ടങ്ങൾ വരുത്തിയിരിക്കുന്നു. കാലികളെ വിൽപ്പനയ്ക്കായി 3 ദിവസം മുൻപ് തമിഴ്നാട്ടിൽ നിന്നും എത്തിച്ചതായിരുന്നു. ഇന്നലെ രാത്രിയാണ് സംഭവം. ആകെ 20ഓളം കാലികളാണ് തൊഴുത്തിലുണ്ടായിരുന്നത്. ഒരാഴ്ച മുമ്പ് ഇതേ തൊഴുത്തിൽ കെട്ടിയിരുന്ന മറ്റൊരു മൂരിക്കുട്ടിയെയും തെരുവുനായ കടിച്ചുകൊന്നിരുന്നു. പ്രദേശത്തെ തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് വ്യാപക പരാതിയുണ്ട്. വാർഡ് പഞ്ചായത്ത് അംഗം എ ദിലീപ് സ്ഥലം സന്ദർശിച്ചു. തെരുവുനായ നിയന്ത്രിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും ദിലീപ് പറഞ്ഞു. നമ്മുടെ വാർഡിൽ തെരുവുനായ ശല്യം വലിയ രൂപത്തിൽ ആളുകൾക്ക് പ്രയാസം ഉണ്ടാകുന്ന തരത്തിൽ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധം നാട്ടിലാകെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പഞ്ചായത്തായി ഇടപെട്ട് അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ പഞ്ചായത്ത് മെമ്പർ എന്ന രൂപത്തിൽ ഉണ്ടാക്കുന്നത് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് CCV. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, VWalk മെഡിക്കൽ ആപ്പ്, നഴ്സിംഗ് ഡിപ്ലോമ, പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9,800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ.